മാംഗല്യം. നീ എന്താ ഇത്രയും വൈകിയേ? നയോമിയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു. ജാനി അടുത്ത് കണ്ട മാത്രയിൽ തന്നെ മിഥു ആദ്യം പറഞ്ഞതാണ്. ഒപ്പം നയോമിയെ ജാനിക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. സ്ലീവ്ലെസ് ഡ്രസ്സാണ് നയോമിയുടെ വേഷം. മഞ്ഞ നിറത്തിലുള്ള ആ ഗൗണിൽ അതിസുന്ദരിയായിരിക്കുന്നു നയോമി. ഭംഗിയായി സെറ്റ് ചെയ്ത മുടിയും മുഖത്തെ മിനിമൽ മേക്കപ്പും അവൾക്ക് ഇന്നോളം തോന്നാത്തൊരു സൗന്ദര്യത്തിൽ കൊണ്ടെത്തിച്ചു. ജാനിയുടെ കണ്ണുകൾ നയോമിയുടെ മുഖത്തുടക്കി. എവിടെയോ കണ്ടുമറന്ന ഒരു മുഖം പോലെ തോന്നി ജാനിക്ക് നയോമിയുടെ മുഖം കണ്ടപ്പോൾ. പക്ഷെ കൃത്യമായിട്ട് അതെവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവൾ ആലോചനയോടെ നിന്നു. ഹലോ മേഡം, എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? മിഥു ജാനിയുടെ ചെവിയിൽ ചോദിച്ചു. ഒന്നുമില്ല. ഈ ജഗനിത് എവിടെ പോയി? എത്ര നേരമായി അവരുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട്? മുകളിലേക്ക് വാച്ചെടുക്കാൻ പോയ ജഗനെ കാണാതെ പാർവതി അകത്തേക്ക് കയറി. അപ്പോഴാണ് അവർ ജാൻവിയെ കാണുന്നത്. ആ, മോള് വന്നായിരുന്നോ? എപ്പോഴാ മോൾ വന്നേ? ഞാൻ മോളുടെ അമ്മയെ വിളിച്ചിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞിരുന്നു ആൻറ്റി, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ഞാൻ മിഥുവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ആൻറ്റിയൊക്കെ ഓരോ തിരക്കിലാണെന്ന്. ഒന്നും പറയണ്ട മോളെ, വീട്ടിൽ വെച്ച് ഫംഗ്ഷൻ നടത്തുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി നടത്തണ്ടേ? ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തണം. ഇതിനിടയിൽ ഈ ചെക്കൻ ഇവിടെ പോയി? മോളെ, ഞാൻ ഇപ്പോൾ വരാട്ടോ. അതും പറഞ്ഞുകൊണ്ട് പാർവതി നേരെ ജഗന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. അതേസമയം ജഗൻ കയ്യിൽ വാച്ചൊക്കെ കെട്ടി ഇടനാഴിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജഗൻ! പാർവതി പിന്നിൽ നിന്ന് ശബ്ദം ഉയർത്തി വിളിച്ചു. പെട്ടെന്നാണ് ജഗന് ഓർമ്മ വന്നത് ഹൽദിയുടെ കാര്യം. അവൻ വേഗം ധൃതി പിടിച്ച് താഴേക്കിറങ്ങി. സോറി അമ്മേ, ഞാൻ ഇവിടെ വന്ന് കുറച്ചധികം നേരം നിന്നുപോയി. നോക്ക് ജഗൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പിന്നെയും നീ എന്താ ഒരു താല്പര്യമില്ലായ്മയോടെ നിൽക്കുന്നത്? കാര്യങ്ങളെല്ലാം ഇത്രത്തോളം എത്തിയപ്പോൾ നിന്റെ ഈ താല്പര്യമില്ലായ്മ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ നിനക്ക്? പാർവതി അല്പം വേദനയോടെ സംസാരിച്ചു. അമ്മയുടെ സങ്കടം കാണി ജഗന് വിഷമം തോന്നി. അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങനെ ഒരു താല്പര്യമില്ലായ്മയൊന്നും ഇല്ലെന്ന്. പിന്നെ മനസ്സിന് എന്തോ ഒരു സുഖമില്ലായ്മ. അതെന്താണെന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. ജഗൻ പറഞ്ഞൊപ്പിച്ചു. എന്തായാലും താഴേക്ക് വാ, അവിടെ എല്ലാവരും വന്നു. നയോമിമോളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അവരൊക്കെ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞു നീ മുകളിലുണ്ടെന്ന്, ഇപ്പോ വരുമെന്നും. വേഗം വാ. ജഗന്റെ കൈ പിടിച്ചുകൊണ്ട് പാർവതി താഴേക്ക് നടന്നു. അതേസമയം നയോമിയെ അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഹൽദിക്കായി ഒരുക്കിയ സ്റ്റേജിലേക്ക് ഇരുത്തിയിരുന്നു. പാർവതിയും രാമനാഥനും ചേർന്ന് ജഗനെയും സ്റ്റേജിലേക്ക് ഇരുത്തി. അവരുടെ ബന്ധുക്കളും കസിൻസും കൈയടിച്ചും കൂക്കി വിളിച്ചും ആ മൊമെന്റ് കൂടുതൽ മനോഹരമാക്കി. നയോമി ജഗനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ജഗൻ തിരിച്ചു ഒന്ന് ചിരിച്ചു. ക്യാമറാമാൻ ആ രംഗങ്ങളെല്ലാം അവരുടെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തു. ഈ കാഴ്ചകളെല്ലാം കണ്ട് മിഥുവിനൊപ്പം സ്റ്റേജിന്റെ മുൻപിൽ നിരത്തിയിട്ട കസേരകളിലൊന്നിൽ ജാനി ഇരിക്കുകയാണ്. അവൾക്കുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. എങ്കിലും ജഗനെ കാണുന്ന നിമിഷം ഉള്ളിൽ ഒരു പിടച്ചില്. അതെന്തുകൊണ്ടാണെന്ന് ജാനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് ജഗനെ താൻ നേരിട്ട് അടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഒരു വിറയലും വെപ്രാളവുമാണിപ്പോൾ. കുറച്ചു മുമ്പ് സ്റ്റെയർ കേസിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വന്നപ്പോൾ ജാനി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. എന്നാൽ വെറുതെ അലസമായി തനിക്ക് മുൻപിൽ ഇരിക്കുന്നവരിലേക്ക് കണ്ണോടിച്ചപ്പോൾ ജഗൻ കണ്ടതോ കാഴ്ചയാണ്. കണ്ണുകൾ ഇറുക്കിയടിച്ച് മിഥുവിനൊപ്പം കസേരയിലിരിക്കുന്ന ജാൻവി. വിശ്വനാഥിന്റെ നോട്ടം അത്രയും പോയത് ജഗന്റെ കണ്ണുകൾ സഞ്ചരിച്ച വഴിയാണ്. പൊടുന്നനെ ജഗന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞതും അയാൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ എവിടേക്കാണ് നോക്കുന്നതെന്ന് വിശ്വനാഥൻ നോക്കിയത്. എന്നാൽ കണ്ണുകൾ ഇറുക്കിയടിച്ചിരിക്കുന്ന ഒരു പെണ്ണിലേക്കാണ് അവന്റെ നോട്ടമെന്ന് കണ്ടതും വിശ്വനാഥന് ദേഷ്യം വന്നു. ഇത്രയും സുന്ദരിയായ തന്റെ മകള് അവന്റെ അരികിലിരിക്കെ അവന്റെ നോട്ടം മുഴുവൻ മറ്റൊരു പെണ്ണിൽ. പക്ഷേ അയാൾ മുഖത്തൊരു ഭാവവ്യത്യാസം വരുത്താതെ നിന്നു. പതിയെ പതിയെ അച്ഛനും അമ്മയും ചേർന്ന് ജഗന്റെയും നയോമിയുടെയും മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചു. പിന്നെ ബന്ധുക്കൾ ഓരോരുത്തരായി ചെന്നു മഞ്ഞൾ തേച്ചു. പിന്നെ ഇരുവരെയും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ച് വളരെ ആഘോഷമായി തന്നെ പരിപാടി നടന്നു.
മിതു ഒന്നിലും വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാതിരിക്കുന്നത് പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഇടയ്ക്ക് എപ്പോഴോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് സ്റ്റേജിലേക്ക് കയറിയത് പോലും. അല്ലാതെ അവൾ അവിടേക്ക് ചെല്ലുവോ മഞ്ഞൾ തേക്കുവോ ഒന്നും തന്നെ ചെയ്തില്ല. ഒരു കാഴ്ചക്കാരിയെ പോലെ ആളുകൾക്കിടയിൽ ഇരിക്കുകയാണവൾ. എന്തുകൊണ്ടാണ് തന്റെ രണ്ടു മക്കൾക്കും ഈ താല്പര്യമില്ലായ്മയെന്ന് എത്ര ചിന്തിച്ചിട്ടും പാർവതിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതേസമയം സുഗന്ധിയുടെയും ഹിമയുടെയും കണ്ണുകളിലും ഇടയ്ക്കിടയ്ക്ക് ജാനിയെ തേടി പോകുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയങ്ങളിൽ പോലും ജഗന്റെ കണ്ണുകൾ അവളെയാണ് തേടിപ്പോകുന്നത്. അതിനു പിന്നിലെ കാരണം എന്താണെന്ന് ഇരുവർക്കും അറിയില്ലെങ്കിൽ പോലും അവരമ്മയും മകളും എന്തൊക്കെയോ മനസ്സിൽ കരുതി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പല പല സ്ഥലങ്ങളിലേക്ക് പോയതും അമ്മയും മകളും അടുക്കളയിലേക്ക് പോയി. ഭക്ഷണമെല്ലാം പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ആരും ഉണ്ടായിരുന്നില്ല. അമ്മേ, എന്താണ് അമ്മയുടെ പ്ലാന്? അമ്മ എന്നോട് ഇതുവരെ അതേപ്പറ്റി പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും സുഗന്ധി പേഴ്സ് തുറന്നു. അതിൽ കരുതിയിരുന്ന ചെറിയൊരു കുപ്പി ഹിമയെ കാട്ടിക്കൊടുത്തു. ഇതേ ഉറക്കം വരാനുള്ള മരുന്ന്. ഉറക്കം മാത്രമല്ല, ഇത് കുടിച്ചാൽ മറ്റു പലതും തോന്നും. ഒരുമിച്ചുള്ളത് ഒരാണും പെണ്ണുമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവരത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഹിമയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാൻ? ഇത് ജഗന് കൊടുക്കണം. അവനൊപ്പം ഈ വീട്ടിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു പെണ്ണിനെയും കണ്ടുപിടിക്കണം. ഒരൽപ്പം അവൾക്കും കൊടുക്കണം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കാകെ ഒരു മന്ദതയായിരിക്കും. പിന്നെ നടക്കുന്നതൊന്നും കുറച്ചു നേരത്തേക്ക് അവർക്ക് രണ്ടാൾക്കും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ബോധം വരുമ്പോൾ ഏതാണ്ടൊക്കെ ഓർമ്മ വരും. ഒരു പ്രത്യേക താളത്തിൽ സുഗന്ധി പറഞ്ഞു. എന്തായാലും ഈ കുടുംബം നാറാൻ പോവാണ്. മോളെ, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ അവനോടൊരു 100 പ്രാവശ്യം പറഞ്ഞതാ. നിനക്കവനെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതാ. ഒടുക്ക ഞാൻ പറഞ്ഞു, നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്റെ മകൾ മരിച്ചു കളയൂന്ന്. അപ്പൊ അവൻ എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? അങ്ങനെ ചാവുന്നെങ്കിൽ നിങ്ങളുടെ മോളോട് പോയി ചാകാൻ പറയാന്. പിന്നെ പറഞ്ഞു, ഒരു കാലത്തും അവന് നിന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന്. അവൻ അനുഭവിക്കണം. അവൻ മനസ്സ് നോവിച്ചു വിട്ടത് ഈ സുഗന്ധിയെയും മകളെയുമാണ്. പകമുറ്റിയ പാമ്പിനേക്കാൾ വിഷമാണ് നമ്മളെന്ന് അവൻ അറിയാൻ പോകുന്നതേയുള്ളൂ. മോളെ, നാളെ നീ നോക്കിക്കോ. നേരം വെളുക്കുമ്പോൾ ഈ മാണിക്യമംഗലം കുടുംബം മൊത്തത്തിൽ നാറും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ ഇവിടെയുള്ളവർക്ക് ഓരോരുത്തർക്കും വരും. അങ്ങനെ ആക്കി തീർക്കും ഈ സുഗന്ധി. അമ്മേ, എന്നുവെച്ചാ എന്റെ പെണ്ണെ, നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? ഇത് കലക്കി ജഗന് കൊടുക്കും. പിന്നെ നീ കണ്ടായിരുന്നോ മിഥുവിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ? ഒരു ഗ്ലാസ് അവക്ക് കൊടുക്കാം. എന്നിട്ടേ രണ്ടിനെയും കൂടി എങ്ങനെയെങ്കിലും ഒരു മുറിക്കകത്ത് കയറ്റിവിടാം. എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണരാൻ അല്പം താമസിക്കും. രണ്ടുപേരെയും എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ജഗന്റെ മുറി തന്നെ കയറ്റിവിടാം. അതാവുമ്പോ രാവിലെ ജഗനെ കാണാതെ പാർവതി പോയി തട്ടുമ്പോ അവൾ തന്നെ കാണട്ടെ അവളുടെ മോന്റെ ലീലാവിലാസം. അമ്മേ, ഒടുക്കം നമ്മൾ പിടിക്കപ്പെടുമോ? നമ്മൾ എങ്ങനെ പിടിക്കപ്പെടാനാ മോളെ? ഈ വീട്ടിൽ എന്തുമാത്രം ആൾക്കാർ വന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാരെയും സംശയിക്കണ്ടേ? പിന്നെ ജഗനും ആ പെണ്ണിനും ഇതുള്ളിൽ ചെന്നാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ബോധവും ഉണ്ടാവില്ല. പക്ഷെ ഇതെങ്ങനെ നമ്മൾ അവരുടെ ഉള്ളിൽ എത്തിക്കുമമ്മേ? അതിനാണോ വഴിയില്ലാത്തത്? വല്ല ജ്യൂസിലോ എന്തെങ്കിലും കലക്കി കൊടുക്കാം. സുഗന്ധി ഒരു ആലോചനയോടെ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നമ്മേ. ഇതൊടുക്കം തിരിച്ച് നമ്മുടെ നേർക്ക് തന്നെ വന്നാൽ ജഗൻ നമ്മളെ തീർത്ത് കളയും. നീ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുമോളെ. അമ്മയല്ലേ നിന്റെ ഒപ്പമുള്ളത്? അതാണ് എന്റെ പേടി. അമ്മയാണ് എന്നെ എപ്പോഴും ഒരു കുഴിയെ കൊണ്ട് ചാടിക്കുന്നത്. സുഗന്ധിയെ കളിയാക്കും പോലെ ഹിമ പറഞ്ഞു. എങ്കിൽ നീ കേട്ടോ, നാളെ നീ ഈ അമ്മയെ പുകഴ്ത്തി സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാകും നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. തൽക്കാലം നമ്മൾ ധൃതി വെക്കണ്ട. ഈ ഒരു രാത്രി മുഴുവൻ നമുക്ക് സമയമുണ്ട്. എന്തായാലും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ജഗൻ നല്ല ടയേർഡാകും. അപ്പോഴവന് ജ്യൂസ് കൊണ്ട് കൊടുത്താൽ മതി. നീ കൊടുക്കണ്ട, മറ്റാരുടെയെങ്കിലും കൈ കൊടുത്തുവിടാം. അതെ അമ്മേ, അതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഏതേലും ഒരു കാലത്ത് ഇതൊക്കെ അറിയുവാണെങ്കിൽ നമ്മൾ തന്നെ പിടിക്കപ്പെടും. എന്റെ പൊന്നു കൊച്ചേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നീ ഇങ്ങനെ പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കാതെ
കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്ക്. സുഗന്ധി മോൾക്ക് ഉപദേശം നൽകി. അമ്മയും മകളും ഓരോരോ കുടിലതകൾ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ പൊലിഞ്ഞില്ലാതാകാൻ പോകുന്നത് അതേപ്പറ്റിയൊന്നും അറിയാത്ത മറ്റു രണ്ടുപേരുടെയും ജീവിതമാണെന്ന് അവർ പോലും ഓർത്തില്ല ആ നിമിഷം. മിതു ആഹാരമൊക്കെ കഴിച്ച ശേഷം വെറുതെ അവിടുത്തെ ചെയറിൽ ഇരിക്കുകയാണ്. പക്ഷേ ആ സമയം ജാനിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തകളായിരുന്നു. വേറൊന്നുമല്ല, നയോമി. അവളെ എവിടെയൊക്കെയോ കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാനും ജാനിക്ക് കഴിഞ്ഞില്ല. നീ എന്താ ജാനി കുറേ നേരമായി ആലോചിക്കുന്നേ? ജാനി ആലോചനയോടെ ഇരിക്കുന്ന കണ്ടതും മിഥു വന്നിട്ട് അവളോട് ചോദിച്ചു. ഏയ്, നിന്റെ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയില്ലേ, നയോമി? അവളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ ഷോപ്പിങ്ങിനോ മറ്റോ പോയപ്പോ ആവും. ജാനി തന്നെ പറഞ്ഞു. അതെ, അവളാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഷോപ്പിങ്ങിനൊക്കെ കണക്കിന് നടക്കുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. നിനക്ക് നല്ല ദേഷ്യമുണ്ടല്ലേ നിന്റെ ഏട്ടത്തിയമ്മയോട്? ജാനി കളിയാക്കിക്കൊണ്ട് മിഥുവിനോട് പറഞ്ഞു. നീ പോടി, അവളെന്റെ ഏട്ടത്തിയമ്മയൊന്നുമല്ല. എനിക്ക് ആ പെണ്ണിനെ തീരെ ഇഷ്ടമില്ല. പിന്നെ അമ്മയുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഏട്ടൻ പോലും അവളെ വിവാഹം കഴിക്കാൻ പോന്നേ. എനിക്ക് ശരിക്കും എന്റെ ഏട്ടൻ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അയ്യടാ, മിഥുവിന്റെ ആ സംസാരം കേട്ട് ജാനി അവളെ നോക്കി. സീരിയസ് ആയിട്ട് ജാനു. ജാനുയോട് ഒരുപാട് സ്നേഹം വരുന്ന സമയത്ത് മിഥു അവളെ ജാനു എന്ന് വിളിക്കാറുണ്ട്. എടി, ഞാൻ സീരിയസ് ആയിട്ടായി പറയുന്നേ. പിന്നെ കണ്ടപ്പോ തന്നെ നീയും എന്റെ ഏട്ടനും കീരിയും പമ്പും ആയതോടെ ഞാൻ ആ ഉദ്യമവും ഉപേക്ഷിച്ചതാ. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരണമെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് എന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, മിഥു തമാശ പോലെ പറഞ്ഞു. നല്ല ആഗ്രഹം. അതിലും ഭേദം ഞാനേ വലിയ റെയിൽവേ ട്രാക്കിലും കൊണ്ടുപോയി തലവെക്കുന്നതാ. അതെന്താടി അങ്ങനെ ഒരു വർത്താനം? എന്റെ ഏട്ടൻ അത്രയ്ക്ക് മോശമാണോ? ഒന്നില്ലെങ്കിലും കാണാൻ നല്ല ചുള്ളനല്ലേടി. പിന്നെ ഇത്തിരി ദേഷ്യം. അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കില്ലേ ദേഷ്യം? എനിക്കില്ല ദേഷ്യം. മിഥു ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ജാനി അവളുടെ വർത്താനമൊക്കെ കേട്ട് ചെറു ചിരിയോടെയും. എന്തായാലും നിന്റെ ഈ ആഗ്രഹം നിന്റെ ഏട്ടത്തിയമ്മ അറിയണ്ട. നിന്നെ പുകച്ചു പുറത്ത് ചാടിക്കും. ജാനി തമാശ പോലെ മിഥുവിനോട് പറഞ്ഞു. എനിക്കെന്തോ ആ പിശാചിനെ അത്ര ഇഷ്ടമില്ല. അവളുടെ സ്നേഹവും വർത്തമാനവും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മിഥു അത്രയും ഓപ്പണായുള്ള സ്പേസിലിരുന്ന് അത് പറയുമ്പോൾ ജാനി പെട്ടെന്ന് ചുറ്റിനെ നോക്കി. നീ ഒന്ന് പതിയെ പറ മിഥു. നാളെ അവരുടെ വിവാഹമല്ലേ? ആരെങ്കിലും അതൊക്കെ കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി ഇവിടെ ഒരു വഴക്കുണ്ടാവില്ലേ? ജാനി അങ്ങനെ പറഞ്ഞതും മിഥു പിന്നീട് ഒന്നും മിണ്ടിയില്ല. ആലോചിച്ചപ്പോൾ മിഥുവിന് തോന്നി അത് ശരിയല്ലേ എന്ന്. വിവാഹത്തലേന്ന് തന്നെ ഒരാളുടെ എന്തെങ്കിലും വർത്താനം കാരണം വിവാഹം എങ്ങാനും മാറിപ്പോയാൽ പിന്നെ അമ്മ തന്നെ വെച്ചേക്കില്ല. മിഥു മനസ്സിലോർത്തു. മിഥു, നമുക്ക് കിടക്കാൻ പോയല്ലോ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? ജാനി മിഥുവിനോടായി പറഞ്ഞു. നിനക്ക് ഇത്രയും നേരത്തെ തന്നെ ഉറക്കം വന്നു ജാനി? എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേയില്ല. നീ ഇവിടെ ഇരിക്കേ. ജാനി, നമുക്ക് മൈലാഞ്ചി ഇടാം. ദാ, നമ്മുടെ ഒരു കസിൻ ഉണ്ട്, ആവണി. അവൾ നന്നായി മൈലാഞ്ചി ഇടും. അവൾ ദാ ആ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? അങ്ങകലെ കുറേ കുട്ടികൾക്ക് നടുവിലിരിക്കുന്ന ഒരു പെണ്ണിനെ ജാനിക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് മിഥു പറഞ്ഞു. അവൾ ആദ്യം കുഞ്ഞു കൈകളിലേക്കൊക്കെ ഒന്നിട്ട് തീർന്നോട്ടെ. ശേഷം ഇവിടെ വരും. നമുക്കും കൂടി ഇട്ടിട്ട് നമുക്കതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ ശേഷം പയ്യെ കിടക്കാൻ പോകാം. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡായതുപോലെ ചെറുതായിട്ട് ഉറക്കം വരുന്നു. മാത്രമല്ല, എനിക്ക് മൈലാഞ്ചി ഒന്നും ഇഷ്ടമല്ല മിഥു. കയ്യിലൊക്കെ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടാണ്. എനിക്ക് കാര്യങ്ങളോടൊന്നും അത്ര താല്പര്യമില്ല. ജാനി പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും. നീ നേരെ മുകളിലേക്ക് പൊക്കോ. പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്ന് കിടക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മിഥുവിനോട് അതും പറഞ്ഞ് ജാനി അകത്തേക്ക് കയറി. ജാനി മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ട്രേയിൽ ജ്യൂസുമായിട്ട് സുഗന്ധി അവിടേക്ക് വന്നത്. അവർ ട്രേ അവളുടെ നേരെ നീട്ടി. മോളെ, ജ്യൂസ് വേണോ? ചെറിയ രീതിയിൽ ജാനിക്ക് ദാഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. ശേഷം ഗ്ലാസ് തിരികെ നൽകി. മിഥുവിന്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് ചെറുതായി തല കറങ്ങും പോലെ തോന്നി. അപ്പോഴേക്കും ഹിമ അവിടേക്ക് വന്നു. ജാനിയുടെ കയ്യിലേക്ക് പിടിച്ചവൾ. എന്തുപറ്റി കുട്ടി? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ?
ഹിമ അവളോട് ചോദിച്ചു. ഏയ് ഇല്ല ചേച്ചി, ചെറിയൊരു തലകറക്കം പോലെ. ഉറക്കം ശരിയാകാത്തതിന്റെ ആവും. ജാനി സ്വയം പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ഹിമയുടെ ചുണ്ടൊന്നു കോടി. അപ്പോഴേക്കും തന്നെ ജാനിയുടെ നാവൊക്കെ കുഴിഞ്ഞു. ഹിമ ചുറ്റും നോക്കി. ആരുമില്ല. അവൾ പതിയെ ജാനിയെ ജഗന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ലൈറ്റ് ഇട്ട് ജാനിയെ ബെഡിന്റെ ഒരു സൈഡിലേക്ക് കിടത്തി. ലൈറ്റ് ഓഫ് ചെയ്ത് മുറി പുറത്തുനിന്ന് അടച്ച ശേഷം ഹിമ താഴേക്ക് നടന്നു. അതേസമയം മറ്റേ ഗ്ലാസ്സിലെ ജ്യൂസ് എങ്ങനെ ജഗനെ കൊണ്ട് കുടിപ്പിക്കും എന്ന ആലോചനയിലാണ് സുഗന്ധി. അവിടെ ഉമ്മർത്ത് തന്നെ സുഗന്ധി ചുറ്റിപ്പറ്റി നിന്നു. അവർ ഓരോരുത്തരുടെയും നീക്കങ്ങൾ അറിഞ്ഞ്. ജഗൻ ആഹാരം കഴിക്കുന്നു. അവൻ അരികിൽ തന്നെ നയോമി ഇരുന്ന് ആഹാരം കഴിച്ചു. അവൾ എന്തൊക്കെയോ കാര്യമായി ജഗനോട് പറയുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലോ വലിയ താല്പര്യമില്ലായ്മയോടെ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ജഗൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് കൈ കഴുകാൻ പോയത്. കൈ കഴുകി തിരികെ വന്നവൻ പാർവതിക്കരികിലേക്ക് വന്നു. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം, ഭയങ്കര ദാഹം. വെള്ളമാണോ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പാർവതി അതും പറഞ്ഞ് അവന്റെ അരികിൽ നിന്ന് അകത്തേക്ക് പോയി. ശേഷം അവിടെ നിന്ന് ഇവന്റ് മാനേജ്മെന്റ് പയ്യന്റെ കയ്യിൽ സുഗന്ധി ജ്യൂസ് എടുത്തു കൊടുത്തു. അത് ആ നിൽക്കുന്ന സ്ത്രീക്ക് കൊടുക്കണം. പാർവതിയെ ചൂണ്ടിപ്പറഞ്ഞ സുഗന്ധി അവൻ നേരെ കൊണ്ടുവന്ന് ആ ഗ്ലാസ് പാർവതിക്ക് കൊടുത്തു. പാർവതി അത് ജഗന്റെ കയ്യിലേക്കും കൊടുത്തു. ഓ, ജ്യൂസ് വേണ്ടായിരുന്നമ്മ, നോർമൽ വാട്ടർ മതിയായിരുന്നു. എങ്കിൽ നീ അതിങ്ങിതാ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ആ, ഇനിയിപ്പോ പോട്ടെ, എന്തായാലും എടുത്തിട്ട് വന്നതല്ലേ, തൽക്കാലം ഇത് കുടിക്കാം. അതും പറഞ്ഞുകൊണ്ട് ജഗൻ പയ്യെ കയ്യിലിരുന്ന് ജ്യൂസ് സിപ്പ് ചെയ്തു. അത് വീണ്ടും സിപ്പ് ചെയ്ത് കുടിച്ചു. അതേസമയം തന്നെയായിരുന്നു നയോമിയുടെ വീട്ടുകാരൊക്കെ പോകാനിറങ്ങിയത്. എല്ലാവരും പോകാനിറങ്ങിയ നേരത്ത് നയോമി വന്ന് ജഗനെ ഹഗ് ചെയ്തു. അതാർക്കും അത്ര ഇഷ്ടായില്ല. മറ്റൊന്നും കൊണ്ടല്ല, അത്രയും പ്രായമായ ആളുകൾ എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു അവിടുത്തെ ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വല്ലാത്ത ഭാവത്തിൽ നയോമിയെ നോക്കി. പക്ഷെ പാർവതി അതൊന്നും കാര്യമാക്കിയില്ല. മോൾ ധൈര്യമായി പോ, നാളെ ഇവിടേക്ക് വരാനുള്ളതല്ലേ, പാർവതി അവളുടെ കവളിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്കൊരു ചെറുചിരി സമ്മാനിച്ച് ജഗനെ നോക്കി കണ്ണുകൊണ്ട് പോവാണെന്ന് പറഞ്ഞ് നയോമി ഇറങ്ങി. വിശ്വനാഥന്റെ നോട്ടം അപ്പോഴും ജഗനെ തന്നെയാണ്. അവരുടെ കാർ ഗേറ്റ് കടന്നു പോയത്. ജഗൻ പതിയെ മുകളിലേക്ക് നടന്നു. അവന്റെ കാലടികൾ അവന് വേച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മുകളിലേക്ക് വന്നവൻ കുഴഞ്ഞു പോകുമെന്ന അവസ്ഥയിലെത്തി. തലയിൽ കൂടി ഒരു ഷാളിട്ട് മുഖം മറച്ചുകൊണ്ട് ഹിമ അവന്റെ കയ്യിൽ പിടിച്ച് അവനെ പതിയെ റൂമിലേക്ക് കയറ്റി. കതകടച്ചു. റൂമിൽ കയറിയ ജഗൻ കണ്ണുകൾ ഇറുക്കിയടച്ച് തുറക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ലൈറ്റൊന്നും ഇടാൻ നിന്നില്ല. നേരെ തപ്പിത്തിടഞ്ഞ് ബെഡ് കണ്ടെത്തി. അവിടേക്ക് പോയിരുന്നു. പിന്നെ പതിയെ കിടന്നു. അല്പനേരത്തിന് ശേഷം തനിക്ക് തൊട്ടരികിൽ ചെറിയ ഞരക്കവും മുളലും കേട്ട് ജഗൻ മിഴികൾ കഷ്ടപ്പെട്ടു വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തലയ്ക്ക് ഒരു വല്ലാത്ത ഭാരം തോന്നിയതുകൊണ്ട് അവനതിന് സാധിച്ചില്ല. എങ്കിലും അവൻ കൈകൊണ്ട് ഒന്ന് തപ്പി നോക്കി. അവനെ കൂടാതെ മറ്റൊരാൾ കിടക്കുന്നത് അവന് മനസ്സിലായി. പക്ഷെ അവന്റെ ഉള്ളിലെ വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഉള്ളിൽ ചെന്ന ആ മരുന്നാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കൈകൾ അവളിലൂടെ ഓടി നടന്നു. ജാനിയും വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ തലോടലും സ്പർശനവും അവളെയും വല്ലാത്തൊരു വികാരത്തിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ ചെറുതായി എന്തൊക്കെയോ ഓർമ്മയിലുണ്ട് ജാനിക്ക്. എന്നാലോ അതെന്തൊക്കെയാണെന്ന് കൃത്യമായി ഓർത്തെടുക്കാനും കഴിയുന്നില്ല. ജഗന്റെ കൈകൾ അവളുടെ വസ്ത്രത്തിൽ മുറുകിയപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഉപബോധ മനസ്സ് അവനെ തള്ളിമാറ്റാൻ പറയുമ്പോഴും ഹൃദയം പറഞ്ഞത് അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്തു പിടിക്കാനാണ്. പതിയെ ജാനിക്ക് ബോധം മങ്ങിത്തുടങ്ങി. അപ്പോഴേക്കും ജഗനും ബോധം നഷ്ടമായി. മിതു കുട്ടിപ്പട്ടാളങ്ങൾക്കൊപ്പം പോയി മൈലാഞ്ചിയൊക്കെ ഇട്ടു. റൂമിലേക്ക് പോകാതെ അവരെല്ലാവരും ചേർന്ന് ഹോളിൽ കിടന്നുറങ്ങി. ജാനി എന്തായാലും റൂമിൽ കിടന്നുറങ്ങുകയല്ലേ, ഇനിയിപ്പോ ഈ രാത്രി ചെന്ന് അവളെ ലൈറ്റിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് മിതു കരുതി. പിറ്റേന്ന് പാർവതി വിളിച്ചുണർത്തുമെന്ന് അവൾക്കറിയാം. തുടരും. ഒരു പാർട്ട് കൂടി തന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.